പോസിറ്റീവ് എനർജിക്ക് വേണ്ടി വെക്കുന്നത് നെഗറ്റീവ് എനർജി ആക്കരുത്. അവിടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ പാമ്പിനെ തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരാളായിരുന്നു. പാമ്പിൻ്റെ ഗുണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉച്ഛ്വാസമായുകൊണ്ട് പ്രകൃതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഉച്ഛ്വാസമായിട്ട് അന്തരീക്ഷ മലിനീകരണം മാറുന്നതാണ് സാധ്യത. ജീവൻ്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിലോട്ട് നമ്മൾ കളയുന്നത്. അതിനെ ഉപദ്രവിച്ച് വിടുന്ന പണിയുണ്ട്. ഞാൻ പറഞ്ഞു, സ്വാമി ഇവിടെ ദുർമരണം ഇതിനകത്താണെന്നുണ്ടെന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല. ഇവരന്നേരം പാമ്പിൽ അങ്ങോട്ട് പോയിട്ട് നോക്കി. ഒരു സ്വാമി അവിടെ തൂങ്ങി ചത്തതാണ്. ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ വീട്ടിൽ ക്ഷുദ്രാഭിചാരങ്ങൾ ചെയ്ത് ഏതൊരു ഭാര്യയെ പിണക്കി വിടുകാരനായിരുന്നു അവരുടെ ലക്ഷ്യം. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ പെൻഡുലം ആണെങ്കിലും ഇതൊക്കെ കൂടുതൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നത് ഈ പുതിയ വസ്തു വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ വസ്തുവിനുള്ളിലെ ദോഷങ്ങൾ ഇതിനൊക്കെയല്ലേ നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത്. അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. വസ്തു നല്ലതാണോ, ഭൂമിക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളുന്നതാണോ, ഇതിന് ദോഷമുണ്ടോ ഇല്ലെന്ന് നമുക്ക് ഇതൊന്ന് നോക്കി മനസ്സിലാക്കും. ഇപ്പോൾ ഞാൻ പുതിയതായിട്ടൊരു വസ്തു വാങ്ങിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ വസ്തു വാങ്ങിക്കാൻ പോകുമ്പോൾ അവിടെ എന്തെല്ലാം ദോഷമുണ്ട് എന്ന് ഈ പെൻഡുലം കൃത്യമായി പറയാൻ പറ്റും. ഈ ദേവതകൾ ഇപ്പോൾ ചില ഭൂമിയിലൊക്കെ നാഗദൈവങ്ങൾ അല്ലെങ്കിൽ കാവുകൾ, പണ്ട് സർപ്പക്കാവുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ ഈ വരുത്തുപോക്കുള്ള സ്ഥലമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്? കാരണം നെഗറ്റീവ് എനർജി കണ്ടെത്താൻ കഴിയുമെന്ന് പറഞ്ഞു. എങ്ങനെ ഇതെല്ലാം ഒരു പോസിറ്റീവ് എനർജി അല്ലേ? ഇപ്പോൾ കാവുകളാണെങ്കിലും ദേവതാ ചൈതന്യങ്ങളൊക്കെ പോസിറ്റീവ് എനർജിക്ക് വേണ്ടി വെക്കുന്നത് നെഗറ്റീവ് എനർജി ആക്കരുത്. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. കാവുകളും സർപ്പത്തിൻ്റെ പ്രത്യേകത, പാമ്പിനെ ചുമ്മാ കൊല്ലരുതെന്ന് പറയുന്നത്. കാരണം ഞാൻ പാമ്പിനെ തേടിപ്പിടിച്ച് കൊല്ലുന്ന ഒരാളായിരുന്നു. ഞാൻ നാരായണൻകുടി സാറിൻ്റെ അടുത്ത് ഇങ്ങനെ ഈ എനർജി ബോഡിയെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന അവസരത്തിൽ എന്നോട് പറഞ്ഞു, ഇയാൾ പാമ്പിനെ കൊല്ലുമായിരുന്നു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ തേടിപ്പിടിച്ച് കൊല്ലുമായിരുന്നു പറഞ്ഞു. അതിൻ്റെ എനർജി ബോഡി, അതിൻ്റെ വളകൾ മുഴുവൻ 2 കയ്യിലും ആവശ്യം പോലെ ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ കൊല്ലുന്നതെന്ന് ചോദിച്ചു. സാറ് പറഞ്ഞു, അങ്ങനെ പാമ്പിനെയൊന്നും അങ്ങനെ കൊല്ലരുതെന്ന് പറഞ്ഞു. പാമ്പിന് നമ്മളെ കടിക്കാൻ വരുന്നൊന്നും അല്ല. അതിന് രക്ഷപ്പെടാൻ വേണ്ടി നിവൃത്തിയില്ലാതുമ്പോഴേക്ക് നമ്മളെ കടിക്കുള്ളൂ. ഇത്രയും പേടിയുള്ളൊരു ജന്തു വേറെ ഇല്ലെന്നാണ് സാറ് പറഞ്ഞു. സാറ് പറഞ്ഞ് പാമ്പിനെ കൊല്ലരുത്, പാമ്പിൻ്റെ ഗുണം മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉച്ഛ്വാസമായുകൊണ്ട് പ്രകൃതി വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഉച്ഛ്വാസമായിട്ട് അന്തരീക്ഷ മലിനീകരണം മാറുമെന്നാണ് സാറ് പറഞ്ഞത്. ഇത് ഇന്നോ ഇന്നലെ കണ്ടുപിടിച്ചില്ല. പണ്ട് മഹർഷിമാരുള്ള കാലം പോലെ അവർക്ക് അവരിൽ നിന്ന് കിട്ടിയ അറിവുകളാണ്. അല്ലാതെ ഇവിടെ ശാസ്ത്രജ്ഞന്മാരാരും പറഞ്ഞു വെച്ചിരിക്കുന്നത് പാമ്പിൻ്റെ ഉച്ഛ്വാസവായുവിൽ നിന്നും അന്തരീക്ഷ മലിനീകരണം മാറുമെന്നാണ്. അതുകൊണ്ട് ഇതിനെയൊന്നും കൊല്ലരെന്ന് പറയുന്നത്. ഇത്രയും പേടിയുള്ള ജന്തുക്കളിൽ ഇത്രയും പേടിയുള്ള സാധനം വേറെ ഇല്ല. കേട്ടില്ലേ, രാമായണത്തിൽ ഇടിവെട്ടിയിടുമ്പണ്ണം വിൽമുറിഞ്ഞ് ഒച്ച കെട്ട് നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെ പോലെ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേടി അത്രയും കൂടുതലുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ കൊല്ലരെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് സാറ് എൻ്റെ കയ്യിലെ ഈ എനർജി ബോഡി, പാമ്പിൻ്റെ എനർജി ബോഡി മുഴുവൻ സാറ് ഹീൽ ചെയ്ത് കളയത്. അത് പിന്നെ ഞാൻ പാമ്പിനെ കൊന്നിട്ടില്ല. അറിയോ? നമുക്ക് ഹീൽ ചെയ്ത് കളയാൻ കഴിയും? പറ്റും. അതൊക്കെ അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. അതൊക്കെ സാറ് ഹീൽ ചെയ്യുന്നുണ്ടോ അത്തരത്തിൽ? ഞാൻ ഈ എനർജി ബോഡി ഹീൽ ചെയ്ത് കളയൊക്കെ ചെയ്യും. സാറിന് ഇപ്പം നെഗറ്റീവ് ഉണ്ടല്ലോ, അതിനെ ഹീൽ ചെയ്ത് കളഞ്ഞാൽ ഞാൻ കളഞ്ഞിരിക്കും. അത് കളയാതെ ഒന്നിരിക്കില്ല. പക്ഷേ അത് നമ്മളെ ബാധിക്കാതെ ഇരിക്കാനുള്ള പണികൾ നോക്കണം. ചിലപ്പോൾ നമ്മൾ തിരിച്ചടി ഉണ്ടാവും. അതെങ്ങനെയാണ് ഈ നെഗറ്റീവ് എനർജി? ഞാൻ തമിഴ്നാട്ടിൽ പോയി ഒരു വീട്ടിൽ പോയി ഞാൻ നെഗറ്റീവ് എടുത്തതാണ്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് വെള്ളത്തിൽ കളയണം എന്നാണ്. വെള്ളത്തിൽ കളയാൻ വേണ്ടി ഞാൻ ഇവിടെ ഒഴുക്കി കളയണോ? അതാണ് അതിൻ്റെ ശരി. കടലിൽ കളയണം എന്നാണ്. കടലിൽ കളയാൻ പറ്റിയ കായലിൽ പറ്റിയാൽ നദികളിൽ, ആ നദികളും അടുത്തെങ്കിലും മറ്റൊഴുക്ക് ചാലുകളിൽ. അതല്ല പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കക്കൂസിനകത്ത് ഈ ക്ലോസിനകത്തോട്ടൊക്കെ ഒഴിച്ച് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് അതൊക്കെ കളയുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ ചെയ്യേണ്ടത് വെള്ളത്തിൽ കളയരുത്. അതാണ് അതിൻ്റെ ശരി. കാരണം അത് ആർക്കും ദോഷത്തിനല്ല. ജീവൻ്റെ ഉൽപ്പത്തി വെള്ളത്തിൽ നിന്നാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് വെള്ളത്തിലോട്ട് നമ്മൾ കളയുന്നത്. അതിനെ ഉപദ്രവിച്ച് വിട്ടുന്ന പണിയുണ്ട്. അല്ല, ഇപ്പോൾ ഒരു ആത്മാവിനെ ഇവിടെ നിന്നും മോചിപ്പിച്ച് അതിനെ വെള്ളത്തിലേക്ക് കളയും. വെള്ളത്തിൽ പിന്നെ അതിൻ്റെ വഴിക്ക് പോകുന്നത്. അതിന് നമ്മുടെ നിയന്ത്രണത്തിലൊന്നും അല്ല. അത് പിന്നെ അതിൻ്റെ ഇതിനെല്ലാം പിന്നെ ആ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ ആരെങ്കിലും അത് ചിലപ്പോൾ ബാധിച്ചിരിക്കും, നല്ലതല്ലെങ്കിൽ ചിലപ്പോൾ ബാധിച്ച് അത് ആ വെള്ളത്തിലങ്ങ് പോകും. ഉപ്പൊഴിച്ചാണെങ്കിൽ ഉപ്പിൽ അതങ്ങ് പോവുകയുള്ളൂ. ഈ ഒഴുക്കുനീരുകളെല്ലാം കടലുമായിട്ട് ബന്ധപ്പെട്ടാകുന്നത്. ഈ ഒഴിച്ചു കഴിഞ്ഞാൽ കടൽ വലിക്കും. ഇതാണ് എൻ്റെ തത്വം. അത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിനകത്ത് കൊണ്ട് ഇടരെന്ന് പറഞ്ഞ കാര്യം. ഒഴുക്കുനീറ്റിൽ ഒഴിച്ചു. ഒഴുക്കുനീറ്റുകൾ മുഴുവൻ കടലുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്.
തോടുകൾ ആറ്റി ചെല്ലും, കായലിൽ ചെല്ലും, കായൽ ആറുമായിട്ട് ബന്ധപ്പെട്ടല്ലേ കിടക്കും, അങ്ങനെ കിടക്കും. അതിൻ്റെ രീതികൾ അതാണ്. എല്ലാത്തിനും ഓരോ ഇത് ഉണ്ടാക്കി വിട്ടെങ്കിൽ അതിനൊക്കെ മറുമരുന്ന് ദൈവം കണ്ടുവച്ചിട്ടുണ്ടെന്നേ. പോസിറ്റീവ് നിലനിൽക്കണം, നെഗറ്റീവ് വേണം. നെഗറ്റീവ് കൂടിയാലാണ് കുഴപ്പം. ഒരു ബാറ്ററി വർക്ക് ചെയ്യണമെങ്കിൽ നെഗറ്റീവും പോസിറ്റീവും ഇല്ലേ? എന്ന് വിചാരിച്ചാൽ നെഗറ്റീവ് കൂടുതലായിട്ട് കൂടുതൽ പറ്റുമോ? ഇപ്പം നല്ലതും ചീത്തയുണ്ടെങ്കിൽ നല്ലതുകൊണ്ട്, നല്ലതുണ്ടെങ്കിൽ ചീത്തയുണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാകും. സാറ് ഈ ആളുകൾക്ക് എങ്ങനെയാണ് ഇതിനൊരു പ്രതിവിധി പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇതിന് നിങ്ങൾ എന്ത് പ്രതിവിധിയാണ്? ഞാൻ പഠിച്ചതനുസരിച്ചുള്ള കാര്യങ്ങൾ ഇന്നപോലെ ഇന്ന കാര്യങ്ങൾ ചെയ്യാനും ആവശ്യപ്പെടുകയുള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കും. ഞാൻ മാറ്റിക്കളാണ് ഞാൻ മാറ്റിക്കളയും. ഈ വരുത്തുപോക്ക് അത്തരത്തിലുള്ള അത് കാര്യങ്ങൾ കണ്ട് സാറേ, അത് നോക്കും, നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ പകൽ നോക്കിയൊന്നും കാണുകയില്ല. നമ്മൾ ഈ പെൻഡലത്തോട് ആവശ്യപ്പെടും, വരുത്തുപോക്കൊന്ന് കാണിച്ചു തരാം എതിരെയാന്ന്. അന്നേരം ഈ പെൻഡലും വരുത്തുപോക്ക് ഉള്ളിടത്തോട് ചലിക്കും. നമ്മൾ ആ പുറകെ അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോൾ പോകുന്ന വഴിക്കോട്ട് ഇത് ചലിച്ച് കാണിക്കും. അന്നേരം പറയാം ഇങ്ങനെ പിന്നെ ചലിക്കുന്നത്, അല്ലെ ഇന്നിങ്ങനെയാണ് പോകുന്നത് നമ്മൾ കാണിച്ചു കൊടുക്കും. പാലായിൽ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ പിന്നെ അതിനകത്തൂടെ വരുത്തുപോക്കുണ്ടായിരുന്നു. സ്വാമി അവർ മോശക്കാരല്ലല്ലോ, ഇതിനകത്ത് വരുത്തുപോക്കൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. കാണിച്ചു തരാമെന്ന് പറഞ്ഞു, പോരാൻ പറഞ്ഞു. പാല ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ കാര്യമാണ് പറഞ്ഞു. ശ്രീരാമകൃഷ്ണ ഉടനെ ഞാൻ പിന്നെ അതിൻ്റെ മുറ്റത്ത് നിന്നിട്ട് എല്ലാം പിടിച്ചു, പിന്നെ താഴോട്ട് ചലിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ഇത് പോകുന്ന വഴിക്കോട്ട് ചലിച്ചു. ഞാൻ പറഞ്ഞു ഇതിലെയാണ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞു സ്വാമിയുടെ പറമ്പിലെ മുറ്റത്ത് മുഴുവൻ ബ്ലാക്ക് ചെയ്തിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാമി ഇതിവിടെ ദുർമരണം ഇതിനകത്ത് നടന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ലായിരുന്നു. ഇവരന്നേരം പാമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. ഒരു സ്വാമി അവിടെ തൂങ്ങിച്ചത്തതാണ് ആശ്രമത്തിൽ. ഞാൻ പറഞ്ഞു സാറേ ഇവിടെ സ്വാമി ദുർമരണം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എവിടെയെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു അടുക്കളയുടെ ഭാഗമായിട്ട് വരുമെന്ന് പറഞ്ഞു. വേറെ തൂങ്ങിയതാ, ആൾ പോയതുവാ. ഇങ്ങനെയുള്ള സമയത്ത് നമ്മളിത് ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിക്കും. ഒരു വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ പല രഹസ്യങ്ങളും എല്ലാം പറയാൻ പറ്റുമോ? ഭാര്യയ്ക്ക് ചിലപ്പം അവിഹിത ബന്ധം വേറെ കണ്ടെന്നിരിക്കും, ഭർത്താവിനുണ്ടെന്നിരിക്കും. ഇതിങ്ങനെ അമ്മയ്ക്ക് അച്ഛൻ ഇത് എല്ലാം പറയാൻ പറ്റുമോ? തല്ലി മേടിച്ചിട്ട് പോകാൻ നമ്മളെ കൊണ്ട് പറ്റുകയില്ല. അങ്ങനെ വന്നൊക്കെ മനസ്സിലായാൽ നമ്മൾ മിണ്ടുകയില്ല. മിണ്ടാൻ കൊള്ളുന്നേ പറയുള്ളൂ, മിണ്ടാൻ കൊള്ളാത്ത പറയൊന്നുമില്ല. പിന്നെ കലഹത്തിൻ്റെ കാരണം കുറേയെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇന്ന പോലെയാണെന്നുള്ള വിവരം പറയും. ചിലപ്പോൾ അവരുടെ കയ്യിലെ കുഴപ്പം കൊണ്ടായിരിക്കില്ല, അവരുടെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആ നെഗറ്റീവ് എനർജിയുടെ പ്രവർത്തനം കൊണ്ടായിരിക്കും ഇവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഈ സംഭവം ഉണ്ടാകും. അത് എന്തെങ്കിലും അനുഭവങ്ങൾ അങ്ങനെയുണ്ടോ? അനുഭവങ്ങളുണ്ട്. ഏതെങ്കിലും ഒന്ന് പറയാമോ? പേരും അഡ്രസ്സും ഒന്നും പറയണ്ട, ഒരു സാഹചര്യങ്ങൾ മാത്രം പറയാം. സാഹചര്യങ്ങൾ കണ്ണൂരാണ് സംഭവം. കണ്ണൂർ ഒരു ഭാര്യയും ഭർത്താവും, അതായത് അവർ തമ്മിൽ പിന്നെ വീട്ടിൽ ക്ഷുദ്രാഭിചാരങ്ങൾ ചെയ്ത് ഏതൊരു ഭാര്യയെ പിണക്കി വിടുകാരനായിരുന്നു അവരുടെ ലക്ഷ്യം. ഭാര്യയെ പിണക്കി പോവുകയും ചെയ്തു. ഭാര്യയ്ക്കൊരു കുട്ടിയുണ്ട്. ഇവനെ കുട്ടിയെ വലിയ ഇഷ്ടമായിരുന്നു. ആ ഒരു ആൺകുട്ടിയായിരുന്നു. അവർ ഇപ്പോഴും കേസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ ആ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി ഞാൻ കൊണ്ടൊരു പോവുകയോ അവിടെ ബ്ലാക്ക് മാജിക് എടുത്ത് കളയുകയും കുറേ കാര്യങ്ങളെല്ലാം ചെയ്തു. അവിടെ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ബ്ലാക്ക് മാജിക് ഉണ്ടെന്ന് മനസ്സിലാക്കി പെൻഡിലും കൊണ്ട് നോക്കിയപ്പോൾ സംഗതി ഉണ്ടെന്ന് നോക്കിയാൽ സ്കാൻ ചെയ്താലും അറിയാം. അന്നേരം ആ കിടക്കുന്നതെല്ലാം നമ്മൾ നോക്കി മാതിക്കൊള്ളാൻ പറഞ്ഞു. മാതി അതിനകത്തെല്ലാം കിടപ്പുണ്ട്. എന്തായിരുന്നു കിടക്കുന്നത്? അതിനകത്ത് ചില പല സാധനങ്ങളാണ്. മിക്കവാറും കാണുന്നത് ചുടലഭസ്മമാണ്. ചുടലഭസ്മം അതിനകത്തൊരു കരി വരും. ആ കരി എന്ന് പറയുന്നത് സാധാരണ കരിയല്ല, വളരെ പ്രാകൃതമാണ് ആ സാധനം. അത് ഞങ്ങളോടൊക്കെ പഠിപ്പിക്കുമ്പോൾ നിങ്ങളാവുന്ന എടുത്ത് തിരുമ്പോൾ നോക്കരുതെന്ന് പറയുമായിരുന്നു. സാറ് തിരുമെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സാറിൻ്റെ കൂടെ ഞാൻ തിരിച്ചു കൺമിഷ് പോലെ ഇരിക്കും സാധനം. അത് അതിൻ്റെ നിർമ്മിതി കേട്ട് കഴിഞ്ഞാൽ അത്ര വൃത്തികേടാണ്. ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നോ? ഇപ്പോൾ യൂണിവേഴ്സിറ്റി പോലെ ഉണ്ടോയെന്നാണ് സംശയം. എവിടെ ചെന്നാലും ഒന്ന് തന്നെ കാണുന്നുണ്ടല്ലോ. ഞാൻ മലബാറിൽ ചെന്നാലും അവിടെ ഇത് തന്നെ, തമിഴ്നാട്ടിൽ ചെന്നാലും അവിടെ ഇത് തന്നെ, ഇവിടെ നമ്മുടെ കേരളത്തിൽ നോക്കിയാൽ അത് ഇത് തന്നെ. ഇത് ഞാൻ അന്നേരം ഓർക്കുക, ഇത് ആര് പഠിപ്പിക്കുന്നു, ഇത് ആർക്കറിയാം? എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ഇതിനുള്ള കാര്യം പറയാമല്ലോ. ഞാൻ എന്നെ പുനരശാസ്ത്രം പഠിപ്പിച്ചു, ഞാൻ അതും പ്രകാരം ഇങ്ങനെ ഒരു കാഴ്ച ചെയ്യുന്നു സാറ് പറഞ്ഞതിനുള്ള അറിവല്ലാതെ ഈ വക ഇത് ഈ ദുർമാന്ത്രവാദം ഇങ്ങനെയുള്ള പണി ആര് പഠിപ്പിക്കും എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇത് സാർ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതപ്പോൾ എല്ലായിടത്തും ഉണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും ഇന്ത്യ ഒട്ടുകൊണ്ട്. പിന്നെ പാകിസ്ഥാനിലുണ്ടല്ലോ എല്ലാം ഒരേ മോഡൽ മന്ത്രവാദം. പാകിസ്ഥാനിലേക്ക് നമ്മുടെ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാടൊക്കെ ഇതിനൊക്കെ കടുപ്പ് കയറുക. കടുപ്പം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉപയോഗിക്കുന്ന മൂർത്തികളുടെ പ്രത്യേകതയുണ്ട്. ഇത് മുഴുവൻ മൂർത്തികളെ വെച്ച് ദുർമൂർത്തികളെ വെച്ചുള്ള പണിയായത്.
അല്ല സാധാരണ നമ്മൾ ഈ കൂടോത്രം എന്ന് പറയുമ്പോൾ ഒരു മുട്ടയ്ക്കകത്ത് ആ മുട്ടക്കകത്ത് എന്നാ ചെയ്യുന്നത്, നെഗറ്റീവ് എനർജിയെ കയറ്റി വിടുക ചെയ്യുന്നത്. അല്ലാണ്ട് ചുമ്മാ മുട്ട വെച്ചാൽ ഒന്നും ആർക്കൊന്നും വരുമൊന്നുമില്ല. മുട്ടക്കകത്തോട് ചെയ്യുന്നത് അല്ലേ, അത് മന്ത്രം എഴുന്നില്ലേ, അതിനൊരു മന്ത്രത്തിന് അധിപതിയുണ്ട്, അതിനെ കയറ്റി വിടുക ചെയ്തത്. ഇതെല്ലാം നെഗറ്റീവ് നന്നാക്കാൻ വേണ്ടി ആരും ചെയ്യുന്നില്ലല്ലോ. ഒരാളുടെ പേർക്ക് ഒരു ഹിന്ദു ആണെങ്കിൽ എന്നാൽ ക്ഷേത്രത്തിൽ പിന്നെ നന്നാകാൻ വേണ്ടി അവൻ്റെ പേർക്ക് ഒരു പുഷ്പാഞ്ജലി, നല്ലത് പുഷ്പാഞ്ജലി കഴിച്ചേക്കാം, ഒരു ഭാഗ്യസൂക്തി അത് തോന്നുകയല്ലേ. ഇവൻ എവിടെയായാലും ചുട്ടടത്തെ ചാരം മാരിക്കൊണ്ട് ഇടാനല്ലേ നോക്കുന്നത്, നശിപ്പിക്കാൻ. സുഖമായിട്ട് ഒരു ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും മക്കളും കൂടെ സുന്ദരമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തല്ലിക്കാൻ നോക്കും, അവരെ നന്നാക്കാൻ നോക്കൽ, നന്നാക്കാനായിരുന്നു നോക്കൽ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ. ഞാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആനന്ദിയായിരിക്കും. ഞാൻ അവിടുത്തെ കാര്യം അങ്ങോട്ട് ചോദിച്ച് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നന്നായിട്ടും ഉണ്ട്. ഞാൻ നന്നാക്കാനേ നോക്കിയിട്ടുള്ളൂ, ഞാൻ നശിപ്പിക്കാൻ നോക്കിയിട്ടില്ല. കാരണം അത് നമ്മുടെ ധർമ്മമല്ല, ചെയ്യാൻ പറ്റുന്ന ഉപകാരം ചെയ്തു കൊടുക്കുക തന്നെ. ഇതാണ് ഞാൻ ചെയ്യുന്നത്. എന്തുമാത്രം ഈ അടുത്ത നാൾ ഞാൻ കോയമ്പത്തൂർ പോയായിരുന്നു. കോയമ്പത്തൂർ ചെന്ന ഒരു വീട്ടിൽ ക്രിസ്ത്യൻ വിടുന്ന ആ കുടുംബത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ മുഴുവൻ ബ്ലാക്ക് മാർക്ക് ചെയ്തിരിക്കുക. അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, മുഴുവൻ ഈ കട്ട ഭാഗിരിക്കുക. അത് നോക്കി കണ്ടുപിടിച്ച് അടയാളപ്പെടുത്തിയിട്ട് അത് മുഴുവൻ മുമ്പേ പറഞ്ഞ പോലെ മരുന്ന് കുത്തി ശംഖിനകത്തുനിന്ന് നമ്മൾ അത് ഹീൽ ചെയ്തത്.